ഹലോ, എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാനിപ്പോൾ ഉംബ്രിയയിലെ കാശിയയിലാണ് നിൽക്കുന്നത്. സാന്തറീത്തയുടെ ഭവനത്തിന് മുമ്പിലായിട്ടാണ്. ഏകദേശം ഒരു 1.5 കിലോമീറ്ററോളം ഒരു നല്ല കയറ്റം കയറി മോളി വന്ന് കിതച്ച് നിൽക്കുകയാണ്. ഇപ്പം ഇവിടെ നമ്മുടെ ഒരു മല കയറുന്നതിനേക്കാളും കഷ്ടപ്പെട്ടൊരു മല കയറി മോളി വന്ന് ഇങ്ങനെ നിൽക്കുകയാണ്. ഞാനിപ്പം നീണ്ട ഒരു യാത്രകൾക്ക് ശേഷം ജോലിക്കൊക്കെ പ്രവേശിച്ചു തുറന്ന് നമ്മളുടെ ഒത്താവിയ കൂടാരയോഗത്തിന്റെ ഒരു ചെറിയ പിക്നിക്കിലാണ്. എല്ലാവരും മുകളിലോട്ട് കയറിയിരിക്കുകയാണ്. ഇപ്പം ഇവിടെ ഒരു ചെറിയൊരു അരുവി പോലെ വെള്ളം വരുന്നുണ്ട്. വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ പ്രശ്നങ്ങളും തീരുമെന്നൊക്കെയാണ് ഇവിടുത്തെ ഇറ്റാലിയൻസും എല്ലാവരൊക്കെ വിശ്വസിക്കുന്നത്. ഞാൻ ശകലം വെള്ളം കുടിക്കട്ടെ, കാരണം നടന്ന് മഴത്ത് കതച്ച് നിൽക്കുകയാണ്. ഒന്ന് രണ്ട് പേര് നിൽപ്പുണ്ട്. അവർ കഴിഞ്ഞിട്ട് ക്യൂ നിന്നിട്ട് കയറാമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും കുപ്പിയിലൊക്കെ വെള്ളം എടുത്തുകൊണ്ട് പോവുകയാണ്. ഈ ചെറിയ തൊട്ടിലൊരു വെള്ളം വരുന്നത്. വിസ്ത റീത്തയെ പറ്റി പറയുകയാണെങ്കിൽ കാശിയാലി വിസ്ത റീത്ത എന്നാണ് അറിയപ്പെടുന്നത്. അതായത് വിസ്ത റീത്ത 1381 പെറൂജിയയിൽ, അതായത് ഉംബ്രിയ, ഇറ്റലിയിലെ ഉംബ്രിയയിൽ ആണ് ജനിച്ചത്. വിസ്ത റീത്തയ്ക്ക് കന്യാസ്ത്രീ ആവാനായിരുന്നു ആഗ്രഹം. പക്ഷേ മാതാപിതാക്കൾ സമ്മതിച്ചില്ല. അതുകൊണ്ട് ചെറുപ്പത്തിൽ തന്നെ വിവാഹം കഴിപ്പിച്ചു വിട്ടു. പക്ഷെ ഭർത്താവ് പല തിന്മകൾക്കും ഉടമയായിരുന്നു. ഭർത്താവ് അവളെ സ്ത്രീത്തെ ഒത്തിരി ദേഹോപദ്രവമൊക്കെ ചെയ്യുകയായിരുന്നു. മക്കളും അതുപോലെ തന്നെ ആ ഒരു രീതിയിലാണ് വളർന്നു വന്നത്. പക്ഷെ സ്ത്രീത്ത വളരെ ദേവീശാസ്ത്രത്തിലാണ് ജീവിച്ചിരുന്നത്. ഏകദേശം 20 വർഷത്തോളം ഉള്ളായിരുന്നു അവരുടെ ദാമ്പത്യ ജീവിതം. സ്ത്രീതായുടെ ഭർത്താവ് ഒരു ആക്രമയുടെ കുത്തേറ്റാണ് മരണപ്പെട്ടത്. തുടർന്ന് 1381 ജനിച്ചെന്ന് ഞാൻ പറഞ്ഞു. അതുപോലെ തന്നെ 1451 മെയ് 22 റീത്തയുടെ മരണം. അത് കഴിഞ്ഞ് 1627 ഉർബൻ 8ാമൻ മാർപ്പാപ്പ റോമിൽ വെച്ച് റീത്തയെ വാഴ്ത്തപ്പെട്ടവളായിട്ട് പ്രഖ്യാപിച്ചു. അതുപോലെ തന്നെ 1990 മെയ് 24 ലിയോ 13 മാർപ്പാപ്പ മെയ് 24 1924 മെയ് 24 വിസ്തയെ ഉയർത്തപ്പെടുകയും ചെയ്തു. അങ്ങനെയാണ് റീത്തയുടെ ഒരു ചെറിയൊരു ഹിസ്റ്ററി പറയുകയാണെങ്കിൽ. ഒരു ശകലം വെള്ളം കുടിക്കട്ടെ, എന്നിട്ട് മുകളിലോട്ട് കയറാം. ഇതൊരു പറഞ്ഞ് ഞാൻ മല കയറി എല്ലാവരും ഇങ്ങനെ വെള്ളമൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നു. ഇവിടെ ഇറ്റലിയിൽ നിന്ന് ഏകദേശം ഒരു 150-200 കിലോമീറ്ററോളം ഉള്ളൂ ഇവിടുന്ന് എത്താനായിട്ട്. എനിക്ക് ചെറിയൊരു ഗ്ലാസ് കിട്ടിയിട്ടുണ്ട്. അതിനകത്ത് വെള്ളം എടുത്ത് കുടിക്കാൻ അറിയുന്നല്ല. എല്ലാവരും കുപ്പിയിലൊക്കെയാണ് എടുക്കുന്നത്. താങ്ക് യു. അത് ശുദ്ധമായ വെള്ളമാണ്. വെള്ളം കുടിച്ചേക്കാം. ഞാനും കയറ്റം കയറി ഇങ്ങനെ ഇറങ്ങാനുള്ളതാണ്. വെള്ളമുണ്ട്.
ചേട്ടാ നമ്മളോട് ആമാ നമുക്ക് മുകളിലോട്ട് പോവാം. അവിടെ എന്തൊക്കെയാ സംഭവിക്കുന്നത്? അവിടെ നമ്മുടെ ആൾക്കാരെല്ലാം നിൽപ്പുണ്ട്. നമ്മുടെ ആൾക്കാരെല്ലാം മുകളിൽ കയറി ഇറങ്ങുവാണ്. ഞാനിപ്പോൾ താഴോട്ട് കയറി പോകുന്നേ ഉള്ളൂ. ഫോട്ടോ ഇടഞ്ഞു വന്ന ബിജു ഒരൊറ്റ മിനിറ്റ് ഒരു ഫോട്ടോ എടുത്തിട്ട് പോകാം. അതാരെ മുന്നത്ര പഠിച്ചോണ്ടിരിക്കുക. എൻ്റെ ഭാഗത്തോട്ട് പ്രവേശിക്കുകയാണ്. ഒരു വളരെ വലിയൊരു മലയുടെ മുകളിലാണ്. ഇവിടെ നമ്മുടെ ഒത്താവിയ കൂടാരയോഗത്തിൽ നിന്ന് വന്ന എല്ലാ ആൾക്കാരും ഇവിടെ നിൽക്കുകയാണ്. പലരും ക്യാമറയും കാര്യങ്ങളൊക്കെ ആയിട്ട് ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനൊക്കെ ആയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. എല്ലാവരും അപ്പം പോരാ. നമ്മുടെ അച്ഛൻ കുഞ്ഞിതിരെ പറന്ന് കിടക്കുകയാണ്. ജൊമനെ ഇത് ഇറ്റലി തന്നെ സാന്തറീത്താടെ എല്ലാവരും വീഡിയോയും ഫോട്ടോ എടുക്കാനുള്ളതിൻ്റെ ഒരു തയ്യാറെടുപ്പിന് വേണ്ടി ഇവിടെ നിൽക്കുകയാണ്. ഒത്താവിയ കൂടാരയോഗത്തിൻ്റെ ഒരു ചെറിയ പിക്നിക്കാണ് സാന്തറീത്ത
മലയാളിയിലെ കാശ്യ എല്ലാവരും ഫോട്ടോ പോസിങ്ങിലാണ്. ഞാനിവിടെ ജോയിൻ ചെയ്യട്ടെ, ഒരു ഫോട്ടോ പോസ്റ്റ് ചെയ്യട്ടെ. പതിമൂന്നാം തീയതി നടക്കുന്ന നമ്മളുടെ നമ്മളൊരു ആശംസകൾ അപ്പൊ എല്ലാവർക്കും ശരി, നമുക്ക് വീണ്ടും കാണാം.